ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങുന്നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന് സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. തന്നിരുളിൽ കാരുണ്യത്താരങ്ങളായി ലോകം മുഴുവൻ ദീപ്തി പരത്താൻ പോകാം, യേശുവിൻ സാക്ഷ്യം നൽകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധനയിലൂടെ പരിശുദ്ധാത്മാഭിഷേകത്തിനായി ദാഹത്തോടെ കാത്തിരിക്കുന്ന എല്ലാ ശാലോം പ്രേക്ഷകരെയും ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നേഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം വളരെയേറെ പ്രാർത്ഥിച്ച് ഒരുങ്ങി പന്തക്കുസ്ത തിരുനാൾ ആചരിച്ച മാസമാണിത്. 1 കൊരിന്തോസ് 2-ാം അധ്യായം 9-10 വാക്യത്തിൽ പറയുന്നു, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ദൈവം നമുക്കതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറഞ്ഞ ഒരു വ്യക്തിയിലൂടെ ഈശോ ചെയ്യുന്ന മഹനീയ പ്രവൃത്തികൾ
നാം ചിന്തിക്കുന്നതിലും അപ്പുറത്താണ്. നഴ്സുമാരായ നമ്മെ ഓരോരുത്തരെയും ഇന്ത്യക്ക് പുറത്ത് അനേകം രാജ്യങ്ങളിലേക്ക് ദൈവം പറഞ്ഞയച്ചിരിക്കുന്നത് ധനസമ്പാദനത്തിന് വേണ്ടി മാത്രമല്ല, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ കൂടി വേണ്ടിയാണ്. എന്നാൽ പലപ്പോഴും ദൈവാത്മാവിൻ്റെ സ്വരത്തിന് നാം ചെവി കൊടുക്കാതിരിക്കുമ്പോൾ ഭീരുക്കളും അധൈര്യരുമായി മാറുന്നു. ഇന്ന് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെയും ഈ ലോകം മുഴുവനിലുമുള്ള എല്ലാ നഴ്സുമാരെയും അഭിഷേകം ചെയ്യണമേ. ബഹ്റൈനിലെ ബഹുമാനപ്പെട്ട സജി അച്ഛനോടും അവിടുത്തെ നഴ്സസ് മിനിസ്ട്രി സഹോദരങ്ങളോടുമൊപ്പം ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ആരാധിക്കാം. വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന, മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എന്റെ മാർഗമവൻ, എന്റെ സത്യമവൻ, എന്റെ എല്ലാം അവൻ, അവൻ ആരാധന. എന്റെ മാർഗമവൻ, എന്റെ സത്യമവൻ, എന്റെ എല്ലാം അവൻ, അവൻ ആരാധന. ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ. വരുവിൻ, നമുക്ക് അവിടുത്തെ കുമ്പിട്ട് ആരാധിക്കാം. നിത്യസ്തുതിക്ക് യോഗ്യനായ തിരുവോസ്തിരൂപനായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരോഗ്യമുള്ളവർക്കെല്ലാം രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്നരുളി ചെയ്തുകൊണ്ട് അവിടുത്തെ ശുശ്രൂഷയിലേക്ക് പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ലോകമെമ്പാടുമുള്ള 2 കോടിയിൽ പര നേഴ്സുമാരെ ഇപ്പോൾ അവിടുത്തെ തൃപ്പാതെ സമർപ്പിക്കുന്നു. അവിടുത്തെ ഭവനത്തിൽ വസിക്കുന്നവർ എന്നേക്കും ഭാഗ്യവാന്മാർ. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത ഈശോനാഥ, അങ്ങയെ സ്തുതിച്ചാരാധിക്കാനായി പാപികളും ബലഹീനരുമായ ഞങ്ങൾ അങ്ങേ തൃപ്പാതി അണഞ്ഞിരിക്കുന്നു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഈശോനാഥ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ.
ഒരു പുതിയ പെന്തക്കുസ്ത ഞങ്ങൾക്ക് നൽകണമേ. സങ്കീർത്തനം പറയുന്നു, അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അതേ ഈശോയെ, ഞങ്ങൾ അറിയുന്നു, അങ്ങേ മക്കളായിരിക്കാനും ഒരു നേഴ്സായിരിക്കാനും എല്ലാറ്റിലുമുപരി ദിവ്യകാരുണ്യമായി അങ്ങേ അനുദിനം സ്വീകരിക്കാനും അങ്ങേ ആരാധിപ്പാനും ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് അവിടുത്തെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. സ്തുതികളിൽ വസിക്കുന്നവനായ ഈശോയെ, നവവൃന്ദ മാലാഖമാരോടൊത്ത് നമുക്കിപ്പോൾ കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നരുൾ ചെയ്ത ഈശോനാഥ, ജോലി മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ നേഴ്സസിനെയും അങ്ങയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവിൻ. അവിടെ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. അവിടെ ഗർഭചിത്രമോ വന്ധ്യതയോ ഉണ്ടാവുകയില്ല. നിനക്ക് ദീർഘായുസ് നൽകും. ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ തിരുമുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. യേശുനാഥ, ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും വിജയിപ്പിക്കണമേ. നിൻ്റെ ഓരോ പ്രവൃത്തിയും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ എന്നരുളിച്ചത് ഈശോനാഥ. ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ അനേകം മക്കൾ അവിടുത്തെ സ്നേഹം അറിയാനിടയാക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും എളിമയും വിധേയത്വം ഉള്ളവരായിരിക്കാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്നേഹത്തോടും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ ശുശ്രൂഷ ചെയ്യാനുള്ള കൃപയ്ക്കായി ദിവ്യകാരുണ്യനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ഈശോയെ, അങ്ങയുടെ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുവാൻ ഈ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പേര് ചൊല്ലി വിളിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ,
അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും, പ്രത്യേകമായി ലോകമെമ്പാടുമുള്ള നേഴ്സസിൻ്റെ കുടുംബങ്ങളെ ഈശോയെ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അരുളി ചെയ്ത ഈശോയെ, പാപികളും ബലഹീനരും അയോഗ്യരുമായ ഞങ്ങളുടെ പാപങ്ങൾ അങ്ങേ തിരുരക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എല്ലാ കുടുംബജീവിതം നയിക്കുന്ന മക്കളിലേക്കും, പ്രത്യേകിച്ച് പലവിധ കാരണങ്ങളാൽ കലഹിച്ചും ഭിന്നിച്ചും കഴിയുന്ന കുടുംബങ്ങളിലേക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും രോഗപീഡനങ്ങളാലും വേദനിക്കുന്ന കുടുംബങ്ങളിലേക്കും കാരുണ്യവാനായ യേശുവേ, ഈ നിമിഷം അവിടുന്ന് കടന്നു വരേണമേ. അങ്ങേ ഞങ്ങളുടെ തിരുരക്തത്താൽ ഞങ്ങളുടെ മുറിവുകളെ അവിടുന്ന് കഴുകി ഞങ്ങളുടെ രക്ഷകനായി അവിടുന്ന് ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തെ ഈശോയുടെ വിളിക്കനുസരിച്ച് വിശുദ്ധമായി നയിക്കുവാനുള്ള കൃപാവരങ്ങൾ അവിടുത്തെ സഹായകനായ പരിശുദ്ധാത്മാവ് വഴിയായി ഞങ്ങൾക്ക് നൽകി അനുദിനം ഈശോയുടെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ദിവ്യകാരുണ്യനാഥനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ദിവ്യസക്രാരിയിൽ ആഗതനായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. ഇന്ന് ഈ ലോകത്തിലെ എല്ലാ നേഴ്സുമാരെയും അവരുടെ മക്കളെയും അങ്ങയുടെ തിരുപാദ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. സ്നേഹനാഥനായ ഈശോയെ, മദ്യം, മയക്കുമരുന്ന്, മീഡിയയുടെ ദുരുപയോഗം മുതലായ എല്ലാ സാധ്യതകളിൽ നിന്നും, മുതലായ എല്ലാ വിഷമങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. തിന്മയുടെ പ്രേരക ശക്തിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സ്നേഹനാഥനായ ഈശോയെ, രാജ്യത്തിനും രാഷ്ട്രത്തിനും അതുപോലെ തന്നെ കുടുംബത്തിനും സഭയ്ക്കും സഭാംഗങ്ങൾക്കും ഞങ്ങളുടെ മക്കൾ മാതൃകയായി തീരട്ടെ. ഓരോ ഉത്തമ പൗരന്മാരായി മക്കളെ വളർത്തണമേ. വാർദ്ധക്യ കാലത്തിൽ മാതാപിതാക്കളെ സഹായിക്കുവാനും ബഹുമാനിക്കുവാനും ശുശ്രൂഷിക്കാനും അവരെ അനുവദിക്കണമേ. അവരെ പ്രാപ്തരാക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ കൃപാവരദാനങ്ങളും കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും അങ്ങ് തിരഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, അങ്ങയുടെ വചനമാണല്ലോ രോഗിയെ സുഖപ്പെടുത്തിയത്. ഈശോയെ, ഈ വചനത്തിൻ്റെ അനന്തകാരുണ്യത്താൽ ലോകമെമ്പാടുമുള്ള എല്ലാ രോഗികളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ആണിപ്പാടുള്ള കരങ്ങൾ കൊണ്ട് അവരെ ഓരോരുത്തരെയും സ്പർശിക്കണമേ. കാൽവരി കുരിശിൽ നിന്ന് ഒഴുക്കിയ ആ തിരുരക്തം കൊണ്ട് അവരെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിച്ച് പരിപൂർണ സൗഖ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തരാകുമെന്ന് അരുളിച്ചത് നല്ല യേശുനാഥ, ലോകമെമ്പാടുമുള്ള എല്ലാ രോഗികളെയും, പ്രത്യേകിച്ച് നേഴ്സുമാരായിരിക്കുന്ന ഓരോ രോഗിയുടെ മേലും കരുണ തോന്നി പരിശുദ്ധാത്മാവിനെ അനുഗ്രഹിക്കണമേ എന്ന് ഈ ആരാധനയെ ഞങ്ങൾ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യനാഥനായ ഈശോയെ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ തിരുസഭയെയും സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനെയും എല്ലാ സമർപ്പിതരെയും
അൽമായ പ്രേക്ഷിതരെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അവിടുന്ന് പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും എന്നരുളി ചെയ്ത ഈശോയെ, പെന്തക്കൊസ്താ നാളിൽ പരിശുദ്ധ അമ്മയുടെയും സ്ലീഹന്മാരുടെയും മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ തിരുസഭയെയും സഭാതലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും എല്ലാ സമർപ്പിതരെയും അൽമായ പ്രേക്ഷിതരെയും നഴ്സുമാരായ ഞങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മ ചൈതന്യത്താൽ നിറച്ച് ജീവിക്കുന്ന അങ്ങയുടെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ ഈ ആരാധനയിൽ അങ്ങയോട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളിച്ചത് യേശുനാഥ. ഞങ്ങളോടൊത്ത് വസിപ്പാൻ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഒരു ഗോതമ്പപ്പമായി ഇന്നും ഈ അൾത്താരയിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ആ വലിയ കൃപയ്ക്കായി പൂർണ്ണ മനസ്സോടെ ഞങ്ങൾ കൃതജ്ഞതാസ്തോത്രം ചെയ്യുന്നു. അങ്ങയോടൊത്തായിരിക്കാനും ആ സ്നേഹം അനുഭവിക്കാനും ഞങ്ങൾക്ക് ലഭിച്ച ഈ നിമിഷം എത്രയോ വിലപ്പെട്ടതാകുന്നു. ഈ ആരാധനയിൽ പങ്കുചേരുന്ന നമ്മൾ ഓരോരുത്തരിലേക്കും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നൽകുന്നത് കൃപയ്ക്കായി നന്ദി പറയുന്നു. പരിശുദ്ധനിൽ പരിശുദ്ധനെ, ദിവ്യസ്നേഹമേ, അങ്ങേ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു. നമുക്കെല്ലാവർക്കും മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിനും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിനും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. ഓ പാവനാത്മാവേ, പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അലയടിക്കുന്ന സന്തോഷം എത്രമാത്രമെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ലല്ലേ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഈ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ഒരു പുതു ചൈതന്യം സ്വീകരിച്ച നമുക്ക് ഈശോയ്ക്ക് സാക്ഷിയായ ഒരു പുതുജീവിതം ആരംഭിക്കാം. ഈ ലോകം മുഴുവനും ദൈവാത്മാവിനാൽ പ്രേരിതരായി ശുശ്രൂഷ ചെയ്യുന്ന നേഴ്സസിനെ കൊണ്ട് നിറഞ്ഞ് ഈ ലോകത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറട്ടെ. അതിനായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ബഹ്റൈനിലെ എല്ലാ നഴ്സുമാരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.